നിന്ന് പാതിര കുർബാന കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. എന്നിട്ട് വട്ടയപ്പവും ബീഫും ചിക്കനും മട്ടനും ചേർത്തൊരു പിടി പിടിക്കും. അതാണ് അതിന്റെ ഒരു രീതി. കേരളത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുവിടാനാവാത്ത ഒന്നാണ് വട്ടയപ്പം. ക്രിസ്മസ് തലേന്ന് രാത്രിയിലോ പ്രഭാത ഭക്ഷണത്തിനോ വട്ടയപ്പവും ചിക്കനോ മട്ടനോ കൂടി കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ ക്രിസ്മസ് വിഭവങ്ങളിൽ പ്രധാനിയാണ് ഈ വട്ടയപ്പം. പുളിപ്പിച്ച മാവ് വട്ടത്തിലുള്ള പാത്രത്തിലൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് വട്ടയപ്പത്തിന് വട്ടയപ്പം എന്നൊരു പേര് വന്നത്. പണ്ട് കാലങ്ങളിൽ വലിയ ചെമ്പുകളിലായിരുന്നു വട്ടയപ്പം വേവിച്ചിരുന്നത്. അപ്പോൾ വേവിക്കുമ്പോൾ വീടുകളിൽ പരക്കുന്ന ആ ഒരു സുഗന്ധം ക്രിസ്മസ് വന്നെത്തിയതിന്റെ അറിയിപ്പായിരുന്നു. വട്ടയപ്പത്തിന്റെ ആ വെളുത്ത നിറം പരിശുദ്ധിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. മിതമായ മധുരവും തേങ്ങയുടെ സ്വാദും ഇതിനെ മറ്റുള്ള പലഹാരങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു.